വഖഫ് നിയമ ഭേദഗതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. രാഷ്ട്രപതിയുടെ അനുമതിക്ക് പിന്നാലെയാണ് നടപടി. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, വളരെ നിർണായകമായ വഖഫ് നിയമ ഭേദഗതി ഇന്നു മുതൽ പ്രാബല്യത്തിലെത്തുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഐസൻ? തീർച്ചയായും ദേവിക, വഖഫ് നിയമം, അതായത് രാജ്യസഭയും ലോക്സഭയും സുദീർഘമായി ചർച്ച ചെയ്ത വഖഫ് നിയമ ഭേദഗതി ഇക്കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. രാഷ്ട്രപതി ഒപ്പുവെച്ചതിന് ശേഷം ഇത് നടപ്പിൽ വരുന്നു. അതായത് ഭാരതത്തിലാകമാനം ഈ പുതുക്കിയ വഖഫ് ഭേദഗതി നിയമം, അതായത് 2025 ഭേദഗതി പുതുക്കിയത് ഈ ദിവസം മുതൽ നടപ്പിൽ വരുന്നു എന്ന ആ ഒരു വിജ്ഞാപനമാണ് ഇന്നിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ 8 മുതൽ, അതായത് ഇന്നത്തെ ദിവസം മുതൽ വഖഫ് ഭേദഗതി നിയമം ഭാരതത്തിൽ നടപ്പാകുന്നു എന്ന ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നിരവധി ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ വഖഫ് മാനേജ്മെന്റ് കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സുദീർഘമായ ഒരു ഭരണ പരിഷ്കാരത്തിന്റെ ഭാഗമായുള്ള ഒരു നീക്കമാണ് ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടന്നത്. രണ്ട് സഭകളിലും മണിക്കൂറുകളോളം നീണ്ടുനിന്ന ചർച്ചകളും അതുപോലെ തന്നെ നേരം പുലരുവോളം നീണ്ടുനിന്ന ചർച്ചകളും വിശദമായ ചർച്ചകൾക്ക് ശേഷം നിരവധിയായ അമെന്റ്മെന്റുകളുടെ വോട്ടെടുപ്പും എല്ലാം തന്നെ നടന്നതിന് ശേഷമാണ് ഈ ബിൽ പാസ്സാവുക. രണ്ടിടങ്ങളിലും ബില്ല് പാസ്സാകുന്നത്. കൃത്യമായ ഭൂരിപക്ഷത്തോടെ രണ്ടിടങ്ങളിലും പാസ്സായ ബിൽ പ്രസിഡന്റ് അംഗീകരിക്കുകയായിരുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ന്യൂനപക്ഷ മന്ത്രാലയം ഈ നിയമം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നു മുതൽ ഭാരതത്തിൽ എല്ലാ വഖഫുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പുതുക്കിയ 2025 നിയമമായിരിക്കും നടപ്പിൽ വരിക എന്നതാണ് ഈ നോട്ടിഫിക്കേഷന്റെ സംക്ഷിപ്തം. അത് ഇന്നു മുതൽ വഖഫ് ഭേദഗതി നിയമം, നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലും തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ നേട്ടം കൂടി ഉണ്ടായതിന്റെ ഒരു വ്യാഖ്യാനം കൂടിയാണ് ഈ നോട്ടിഫിക്കേഷനിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. ദേവിക, നമുക്കറിയാം, ലീഗ് എംപിമാരടക്കം രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയിരുന്നു വഖഫ് നിയമഗതി പ്രാബല്യത്തിൽ വരാതിരിക്കാനായി. പക്ഷെ ഇതെല്ലാം തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ നിവേദനങ്ങൾ ഒന്നും അംഗീകരിക്കപ്പെട്ടില്ല. മാത്രവുമല്ല, വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ലീഗ് എംപിമാർ കൂടുതൽ സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വഖഫ് നിയമഗതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇത് കനത്തൊരു തിരിച്ചടിയാണല്ലോ അവർക്ക്. തീർച്ചയായും വഖഫ് ഭേദഗതി നിയമം നടപ്പിൽ വരുന്നു അല്ലെങ്കിൽ നിയമ ഭേദഗതി പാസ്സായിരിക്കുന്നു എന്നത് തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ ചർച്ച നടന്നപ്പോൾ തന്നെ തിരിച്ചടിയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, പാർലമെന്റിൽ കൃത്യമായ ഇടപെടൽ ലീഗ് എംപിമാരുടെ ഭാഗത്തു നിന്ന് കാര്യമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉൾപ്പെടെ കാര്യമായ ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യം ചർച്ചകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ടി മുഹമ്മദ് ബഷീറൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഇടപെടൽ നടത്തിയതിനു ശേഷവും കൃത്യമായ ജനാധിപത്യ മാതൃകയിൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിൽ വോട്ടിനിട്ട് ബില്ല് പാസ്സാവുകയായിരുന്നു. ആ നിർദ്ദേശിച്ച അമെന്റ്മെന്റുകളെല്ലാം തന്നെ വോട്ടിനിട്ട് പാസ്സാക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്തതിന് ശേഷമാണ് കൃത്യമായ ഒരു നിയമമായി ഇത് പാസ്സായി വരികയും, അതായത് രാജ്യസഭയുടെയും ലോക്സഭയുടെയും ആ പടികൾ കടക്കുകയും അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്തത്. തീർച്ചയായും അപ്പോൾ തന്നെ ഈ ലീഗ് എംപിമാർക്കും അതുപോലെ തന്നെ ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നവർക്കും കാര്യമായ തിരിച്ചടി അപ്പോൾ തന്നെ ഉണ്ടാകുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റൊരു പ്രശ്നമാണ് ഇപ്പോൾ തീർച്ചയായും രാഷ്ട്രപതിയുടെ അംഗീകാരം വരുന്നു. രാഷ്ട്രപതി അംഗീകരിക്കുന്നത് നീട്ടിവെക്കണം എന്നൊരു ആവശ്യവുമായാണ് വീണ്ടും എംപിമാർ രാഷ്ട്രപതിയെ സമീപിച്ചത്. തീർച്ചയായും പാർലമെന്റ് ഭൂരിപക്ഷത്തോടെ കൃത്യമായി പാസ്സാക്കിയ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് പാസ്സാക്കിയ നിയമത്തെ തടഞ്ഞു വെക്കുക എന്നുള്ളത് അധാർമികമാണ് എന്ന തിരിച്ചറിവിന്റെ അല്ലെങ്കിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദ്രൗപദി മുർമുവിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ബില്ലിനെ അസന്റ് നൽകുകയും അല്ലെങ്കിൽ ഭേദഗതിക്ക് അസന്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത് നടപ്പായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു സുപ്രധാന ഘടകം, ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ പല പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുടെയും ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ്. അതിനെയും തടയിടുന്ന ഒരു നീക്കം നേരത്തെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ ഈ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലൊന്നും തീരുമാനമെടുക്കരുത് എന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്ന ഒരു ഹർജി കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഭരണഘടനാപരമായ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാകുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര മന്ത്രാലയത്തിന്റെ വിധി അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിലപാടുകൾ കൂടി കൃത്യമായി പഠിച്ചതിന് ശേഷമായിരിക്കും വിധി പുറപ്പെടുവിക്കുക. അത്തരത്തിലുള്ള ഒരു ആവശ്യം കൂടി വേണം എന്ന കൃത്യമായ നിലപാട് കേന്ദ്രം കോടതിയെ അറിയിക്കുകയും ചെയ്തതോടുകൂടി ഇനിയും തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് വരാനിരിക്കുന്നു. രാഷ്ട്രീയമായും അതുപോലെ തന്നെ അല്ലാതെയുമുള്ള തിരിച്ചടികൾ ഉണ്ടാകാനിരിക്കുന്നു. ഇനിയും ഒരു തിരിച്ചടി കൂടി വരാനിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.